അക്രമങ്ങളും ഈ ദുഷ്പ്രവൃത്തികളെല്ലാം ചെയ്യിപ്പിക്കുന്നത്. ഈ പാപത്തിന്റെ ശക്തി അവന്റെ മേൽ വസിക്കുന്നത് കൊണ്ട് അവനെ എത്ര നിങ്ങൾ കൗൺസിൽ ചെയ്താലും, ഇനി 12 വർഷം അടച്ചിട്ടാലും, അവൻ പുറത്തിറങ്ങുമ്പോൾ കൊലപാതകൻ എന്നും കൊലപാതകനായിരിക്കും. അവൻ ഒരാളെ കൊന്നിട്ടാണ് ജയിലിൽ പോന്നെങ്കിൽ അവൻ തിരിച്ചിറങ്ങി വരുന്നത് 12 പേരെ കൊല്ലാനുള്ള ആത്മധൈര്യവുമായിട്ടായിരിക്കും. സുഹൃത്തെ, അതിന്റെ അർത്ഥം ജയിലിനകത്തിട്ടത് കൊണ്ടോ പീഡിപ്പിച്ചത് കൊണ്ടോ ഒരിക്കലും ഒരു മനുഷ്യന്റെ പാപത്തിൽ നിന്ന് പുറത്തു വരാൻ കഴിയില്ല. പാപത്തിൽ നിന്ന് പുറത്തു വരാൻ എന്ത് ചെയ്യണം? തിന്മയുടെ ശക്തിയിൽ നിന്ന് പുറത്തു വരാൻ എന്ത് ചെയ്യണം? നിലത്ത് കിടന്ന് ഉരുണ്ടാൽ പുറത്തു വരത്തില്ല സുഹൃത്തെ. 10 കൂടെ മെഴുകുതിരി കത്തിച്ചാൽ പുറത്തു വരാൻ കഴിയത്തില്ല. കുളിച്ചാൽ പുറത്തു വരാൻ കഴിയത്തില്ല. പാപത്തിൽ നിന്ന് പുറത്തു വരാൻ ഒറ്റ വഴിയുള്ളൂ. പാപത്തെ ജയിച്ചവൻ നിന്റെ അകത്ത് വരണം. പാപത്തിന് പരിഹാരം തരുവാൻ കഴിവുള്ള